ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എന്തൊരു വീഡിയോ. എല്ലാവരും വീട്ടിൽ സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിന്ന് എക്കോസിസ്റ്റത്തിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള എക്കോളജി എന്ന ടെക്സ്റ്റ് ബുക്കിലെ ന്യൂട്രിയൻ സൈക്കിൾസ് എന്ന പോർഷൻസാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ടെക്സ്റ്റിലേക്ക് വരാം. ന്യൂട്രിയൻസ് ദാറ്റ് ആർ നീഡഡ് ബൈ ഓർഗാനിസം ഇൻ ലാർജ് എമൗണ്ട് ആർ കാൾഡ് മാക്രോ ന്യൂട്രിയൻ്റ്. എന്താണ് ന്യൂട്രിയൻസുകൾ ഒരു ഓർഗാനിസത്തിന് വളരെ വലിയൊരു എമൗണ്ടിൽ നൽകുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത്. വൈൽ ദോസ് വിച്ച് ആർ നീഡഡ് ഇൻ മൈന്യൂട്ട് എമൗണ്ട് ഓർ ട്രേസസ് ആർ കാൾഡ് മൈക്രോ ന്യൂട്രിയൻ്റ്. അപ്പം ന്യൂട്രിയൻ്റ് വളരെ വലിയൊരളവിലാണ് നമ്മൾ ഓർഗാനിസത്തിന് നൽകുന്നതെങ്കിൽ അതിനെ മാക്രോ മോളിക്യൂൾസ് എന്നും, അതുപോലെ തന്നെ ന്യൂട്രിയൻ്റ് വളരെ ചെറിയ രീതിയിലാണ് നൽകുന്നതെങ്കിൽ ഓർഗാനിസത്തിന് എങ്കിൽ അതിനെ മൈക്രോ ന്യൂട്രിയൻ്റ് എന്നും വിളിക്കുന്നു. ഓക്കെ. Among more than 100 chemicals that occur in nature, about 14 are present in living organism. അപ്പോൾ ഏകദേശം 100-ൽ പരം കെമിക്കൽസുകളാണ് നേച്ചറിൽ ഒക്യൂർ ചെയ്യുന്നത്. അതിൽ 40 നമ്മുടെ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ന്യൂട്രിയൻ്റ് കാണപ്പെടുന്നു. ഓക്കെ. ഇനി കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് in the form of element and compound make up 97% of the mass of our bodies and are more than 95% of the mass of all living organisms. അതായത് ഇപ്പോൾ ഒരു 100% എന്നെടുക്കുന്നെങ്കിൽ അതിൽ ഏകദേശം 97% മാസ് ഓഫ് അവർ ബോഡീസിൽ ആൻഡ് ആർ മോർ ദാൻ 95% ഓഫ് ദി മാസ് ഓഫ് ലിവിങ് ഓർഗാനിസത്തിലും ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻ അഡീഷൻ ടു ദീസ് 50 to 25 other elements are needed in some form for the survival and good health of plant, moving from non-living to living and then back to the non-living component of the ecosystem in more or less a circular fashion. അപ്പം നോൺ ലിവിങ്ങിൽ നിന്ന് ലിവിങ്ങിലോട്ടാണ് പോകുന്നത്. ഓക്കെ. ദിസ് ഈസ് നൗസ് ബയോ കെമിക്കൽ സൈക്ലിങ്ങിൽ നിന്ന് ഒരു നോൺ ലിവിങ്ങിൽ നിന്ന് ലിവിങ്ങിലേക്കാണ് എലമെൻസുകൾ അല്ലെങ്കിൽ മിനറൽ ന്യൂട്രിയൻസ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ ഫ്ലോ ചെയ്യുന്നതിനെയാണ് ജിയോ കെമിക്കൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി there are two basic type of cycles depend on the nature of the reservoir. അപ്പോൾ 2 തരത്തിലാണ് നമുക്ക് ന്യൂട്രിയൻ സൈക്കിളിനെ 2ആയിട്ട് തരംതിരിക്കുക. ആദ്യത്തേത് ഗേഷ്യസ് സൈക്കിളും രണ്ടാമത്തേത് സെഡിമെൻ്ററി സൈക്കിളും. ന്യൂട്രിയൻ സൈക്കിളിനെ 2ആയിട്ട് തിരിക്കാം. ഗേഷ്യസ് സൈക്കിൾ എന്നും സെഡിമെൻ്ററി സൈക്കിൾ എന്നും തിരിക്കാം. അപ്പോൾ ഗേഷ്യസ് സൈക്കിളിൽ റിസർവയറായിട്ട് വരുന്നത് അറ്റ്മോസ്ഫിയറാണ്. വെർ ദി റിസർവോയർ ഇസ് ദി അറ്റ്മോസ്ഫിയർ ഓർ ദി ഹൈഡ്രോസ്ഫിയർ. ഗേഷ്യസ് സൈക്കിളിൽ റിസർവോയറായിട്ട് വരുന്നത് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതുപോലെ തന്നെ ഓർ ദി ഹൈഡ്രോസ്ഫിയറും വരാം. ഇനി സെഡിമെൻ്ററി സൈക്കിളിലാണെങ്കിലോ റിസർവോയറായിട്ട് വരുന്നത് എർത്തിൻ്റെ ക്രസ്റ്റാണ് വരുന്നത്. ഓക്കെ. ഇനി ഗേഷ്യസ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. വാട്ടർ സൈക്കിൾ, അതായത് ഹൈഡ്രോളജിക്. വാട്ടർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സബ്സ്റ്റൻസ് ഫോർ ലൈഫ്. അല്ലേ? നമ്മുടെ ജീവന് വാട്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൺ ആൻ ആവറേജ് വാട്ടർ കണ്ടിന്യൂസ് 70% ഓഫ് ദി ബോഡി വെയ്റ്റ് ഓഫ് ആൻ ഓർഗാനിസം. അല്ലെ, ഒരു മനുഷ്യനിലെ ഒരു 70% അവൻ്റെ ഭാരം, വെയിറ്റ് എന്ന് പറയുന്നത് ഈ വാട്ടറിൻ്റെ ഇതാണ് അവിടെ ഉള്ളത്, പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ദി എക്കോസിസ്റ്റം. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് എക്കോസിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഫങ്ഷനും തീരുമാനിക്കുന്നതെന്നാണ് പറയുന്നത്. ദി എക്കോസിസ്റ്റം.
Cycling of all other element is also depend upon water, as it provides a means for their transpiration during the various steps, and it also serves as a solvent medium for their uptake by organism. അതായത് പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നു, സംടൈംസിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് നടക്കാനായിട്ട് അതൊക്കെ ഉദ്ദേശിക്കുന്നത്. വാട്ടർ കവർ അബൌട്ട് 75% ഓഫ് ദി എർത്ത് സർഫസ്. എർത്തിൽ 75% വാട്ടറാണ്. ഒക്യൂറിങ് ഇൻ ലാക്സ്, അതെവിടെയാണ് വരുന്നത്? 75% എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ലാക്കിൽ വരാം, അല്ലെങ്കിൽ റിവറിൽ വരാം, അല്ലെങ്കിൽ ഓഷൻസിലും വരാം. The ocean alone contains 97% of all the water on earth. ഓഷനിലാണ് ഏകദേശം 97% വാട്ടർ ഉള്ളത് എർത്തിൽ. മച്ച് ഓഫ് ദി റിമൈൻഡർ ഈസ് ഫ്രോസൺ ഇൻ ദി പോളാർ ഐസ് ആൻഡ് ഗ്ലസറീസ്. ബാക്കിയുള്ളത് എന്താ? ഒന്ന് ഫ്രോസൺ ആയി പോവാം, അല്ലേ, അല്ലെങ്കിൽ ഗ്ലസറീസ് ആയി പോവാം. Less than 1% of water is present in the form of fresh water in river, lakes and aquifers. അപ്പോൾ 1% മാത്രമാണ് പ്യുവറായിട്ട് കാണപ്പെടുന്നത്. Yes, this reality's negligible portion of the plant water is crucially important to all form of terrestrial and aquatic life. വാട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്? ആൾ ഫോം ഓഫ് ടെറസ്ട്രിയൽ അല്ലെങ്കിൽ അക്വാട്ടിക് ലൈഫിന് ഇമ്പോർട്ടൻസ് ആണെന്നാണ് പറയുന്നത്. ദർ ഈസ് ആൾസോ അണ്ടർഗ്രൗണ്ട് സപ്ലൈ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ സോയിൽ നിയർ ദി സർഫസ് ആൾസോ സെർവ് ആസ് റിസർവയർ ഫോർ എനോർമസ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ. വാട്ടർ മൂവ്സ് ഇൻ ദി എർത്ത് hydrologic cycle by connecting ocean, land and atmosphere. The water from the ocean move to the atmosphere by the land by precipitation in the form of rain or snow. ഓക്കെ, അതായത് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, അതിനെ ഡിസ്ക്രൈബ് ചെയ്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്നത് സോയിലുണ്ട്. സോയിലിൽ നിന്നും വാട്ടറിൻ്റെ കുറേ റിസോഴ്സ് ഉണ്ട്. ആ വാട്ടർ റിസോഴ്സ് എന്ത്? സാന്ദ്രീകരണമല്ല, ഇവാപ്രേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ഇനി നമ്മുടെ സോയിലിൽ ആരുണ്ട്? പ്ലാന്റ് ഉണ്ട്. പ്ലാന്റ് എന്ത് ചെയ്യുന്നു? വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുന്നു. ഈ അബ്സോർബ് ചെയ്ത വെള്ളം നമ്മുടെ ഇലകളിൽ വെച്ച് ഇലകളിൽ വെച്ച് ട്രാൻസ്പിറേഷൻ നടക്കുന്നു. ആ ട്രാൻസ്പിറേഷൻ ചെയ്തത് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോകുന്നു. ഇനി അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് അത് കണ്ടൻസ്ഡ്, അതായത് ഒരു ക്ലൗഡിൻ്റെ കൂട്ടമായിട്ട് വരുന്നു. ക്ലൗഡിൻ്റെ കൂട്ടമായിട്ട് മഴ പെയ്ത് വീണ്ടും പ്രസിപ്പിറ്റേഷൻ തെറ്റിച്ച് സോയിലിലേക്ക് തന്നെ വരുന്നു. അതാണ് ആ ഫ്ലോ ചാർട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ലൈഫ് ആസ് യു നോ ഡിപ്പെൻഡ്സ്, ഒന്നുമില്ല. ഇനി ഒരു കാർബൺ സൈക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. കാർബൺ ഈസ് എ മൈനർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആസ് കമ്പയർഡ് ടു ഓക്സിജൻ ആൻഡ് നൈട്രജൻ. കാർബൺ എന്ന് പറയുന്നത് എന്താണ്? മൈനർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ വളരെ ചെറിയ രീതിയിലുള്ളൊരു ഘടകമാണ് കാർബൺ എന്ന് പറയുന്നത്. ആസ് കമ്പയർഡ് ടു ഓക്സിജൻ ആൻഡ് നൈട്രജൻ, അല്ലേ. ഓക്സിജനെയും നൈട്രജനെയും അപേക്ഷിച്ച് നോക്കുന്നെങ്കിൽ കാർബൺ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നത്. However, as you are well aware, carbon is the element that anchor all organism substance from coal and oil to DNA. The compound that carries genetic information. Without carbon, life could not exist, as it is vital for the production of carbohydrate. അല്ലെ, വിത്തൗട്ട് കാർബൺ, അതായത് കാർബൺ ഇല്ലാത്ത ആ ഒരു അവസ്ഥ നമുക്ക് വിശ്വസിക്കുവാൻ പോലും പറ്റത്തില്ല എന്ന്. ലൈഫിൻ്റെ നിലനിൽപ്പിന് അത്ര നല്ലതില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ആസ് ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ത്രൂഔട്ട് photosynthesis by plant that use the inorganic carbon dioxide and water in
water in the presence of solar energy, and in this process release oxygen in the atmosphere. Carbon is a building block of all living organisms. It is a component of the proteins that are the building block of life. And അത് കണ്ട, കാർബൺ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്ന എനർജി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കാർബൺ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് ശരീരത്തിൻ്റെ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാർബൺ ഈസ് ആൾസോ എ പാർട്ട് ഓഫ് ഓഷൻ, എയർ ആൻഡ് ഈവൻ റോക്സ്. അതിലെ ഓഷൻ, കടലിൻ്റെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ റോക്സ്, പാറകളുടെ ആയാലും ആ ഫോമിൽ നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. ബിക്കോസ് ദി എർത്ത് ഈസ് എ ഡൈനാമിക് പ്ലേസ്, കാർബൺ ഡസ് നോട്ട് സ്റ്റേ സ്റ്റിൽ ആൻഡ് ഈസ് ഓൺ ദി മൂവ്. കാർബൺ ഇൻ ദി കാർബൺ സൈക്കിളിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ കൂടുതലായിട്ട് പറയുന്നെങ്കിൽ നമുക്കിങ്ങനെ പറയാം. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇപ്പോൾ ഗ്രീൻ പ്ലാന്റ് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നു വെച്ചോ. എന്നിട്ട് റെസ്പിറേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചുവിടുന്നു. അതുപോലെ ആനിമൽസും റെസ്പിറേഷൻ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചുവിടുന്നു അന്തരീക്ഷത്തിലേക്ക്. ഇനി ഈ ഗ്രീൻ പ്ലാന്റും അതുപോലെ തന്നെ ഈ ആനിമലും ഡൈ ആയി പോകുന്നു, അതായത് അത് മരിച്ചു പോകുന്നു. അങ്ങനെ മരിച്ചു പോകുന്ന ഒരു സമയത്ത് ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്തിട്ട് ഒരു ഫോസിൽ ഫ്യൂവലായിട്ട് ആക്ട് ചെയ്യും. ഫോസിൽ ഫ്യൂവലായിട്ട് നമുക്ക് ഫാക്ടറീസുകളിലും അതുപോലെ വെഹിക്കിളിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് ഗ്ലോബൽ കാർബൺ സൈക്കിളിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നൈട്രജൻ സൈക്കിൾ. നൈട്രജൻ ഈസ് ആൻ എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് പ്രോട്ടീൻ വിച്ച് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ആൾ ലിവിങ് ടിഷ്യൂസ്. എല്ലാ ലിവിങ് ടിഷ്യൂസിൻ്റെയും ഒരു ബിൽഡിംഗ് ബ്ലോക്കാണെന്ന് എന്തെന്ന് പറയാം, നൈട്രജൻ എന്ന് പറയാം. ഇറ്റ് കൺസ്റ്റിറ്റ്യൂവൻ്റ് നിയർലി 60% ബൈ വെയ്റ്റ് ഓഫ് ഓൾ ദി പ്രോട്ടീൻസ്. ദെയർ ഈസ് ആൻ inexhaustible supply of nitrogen in the atmosphere, but the elemental form cannot be used directly by most of the living organisms. Nitrogen need to fixed, that is converted to ammonia. അപ്പം നമ്മുടെ ഈ നൈട്രജൻ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ, സാധാരണ രീതിയിൽ കാണുന്ന നൈട്രജനെ നമ്മളെ പ്ലാന്റ്സുകൾക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. പകരം അതെന്താകുന്നു, അമോണിയ ആക്കപ്പെടുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നൈട്രജൻ ഓർ nitrates before it can be taken up by plant. Nitrogen fixation on earth is accomplished in 3 different ways. അപ്പം നൈട്രജൻ ഫിക്സ് ചെയ്യുന്നതല്ലേ നമ്മുടെ എർത്തിൽ എങ്ങനെയാണ് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത്? ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ബൈ സർട്ടൈൻ ഫ്രീ ലിവിങ് ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗൈഡ്. ചില സർട്ടൈൻ ആയിട്ടുള്ള ചില ബാക്ടീരിയസിലേക്ക് ബ്ലൂ ഗ്രീൻ ആൽഗയുടെ സഹായത്താൽ പറയാം. പിന്നെയോ ആൻഡ് സിംബയോട്ടിക് ബാക്ടീരിയ, എക്സാമ്പിൾ റൈസോബിയം, വളരെ ഇമ്പോർട്ടൻ്റ്. റൈസോബിയത്തിൻ്റെ സഹായം വേണ്ടി വരും. അതുപോലെ പിന്നെ എന്താണ് പറയുന്നത്, എക്സെറ്റോബാക്ടർ ആൻഡ് ഹ്യൂമൻ ബീയിങ് യൂസിങ് ഇൻഡസ്ട്രിയൽ പ്രോസസ്. ഫെർട്ടിലൈസർ അല്ലേ, കീടനാശിനി, അത് നമുക്ക് ഫെർട്ടിലൈസർ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് ബൈ അറ്റ്മോസ്ഫിയറിക് ഫിനോമിന സച്ചസ് തണ്ടർ ആൻഡ് ലൈറ്റനിങ് പ്രോസസ്സിലൂടെ നമുക്ക് സഹായിക്കാം എന്നാണ് പറയുന്നത്. ഇനി അസറ്റോബാക്ടർ ആൻഡ് അനോറോബിക് ക്ലോസ്ട്രിഡിയം ആൻഡ് സിംബയോട്ടിക് നൈട്രിഫയിങ് ബാക്ടീരിയ ലിവിങ് ഇൻ അസോസിയേഷൻ വിത്ത് റൂട്ട് നോഡ്യൂൾസ് പ്രസൻറ്റ് ഇൻ ലെഗുമിനസ് പ്ലാന്റ്. അപ്പം നമുക്ക്
പ്ലാന്റ്സിനെല്ലാം എന്താണ് നൈട്രജൻ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. നൈട്രജൻ ഡയറക്റ്റായിട്ടുള്ള രീതിയിൽ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അത് നൈട്രജനെ അമോണിയ ആക്കിയാണ് മാറ്റുന്നത്. അപ്പോൾ ആ അമോണിയ ആക്കാനായിട്ട് സഹായിക്കുന്ന ചില ബ്ലൂ ഗ്രീൻ ആൽഗയുണ്ട്, അസറ്റോബാക്ടീരിയസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ സഹായത്താലാണ് ആ ഒരു രീതിയിലേക്ക് പോകുന്നത് എന്നൊക്കെയാണ് അതിൽ മെയിനായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി ഇനി നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.